നമസ്കാരം. ഗ്രീൻ സൈബർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡും ഞങ്ങൾ എത്തിയിരിക്കുന്നത് ക്യാപിറ്റൽ മാളിലുള്ള ഗ്രീൻ സൈബർ മാർക്കറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് ശരിക്കും പറഞ്ഞാൽ ഈ ബുധൻ അതുപോലെ തന്നെ ശനി വളരെ പ്ലാൻഡ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഓഫേഴ്സിൻ്റെ ഒക്കെ ഒരു സമയമാണ്. ഇന്നത്തെ ദിവസം എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നതും വെജിറ്റബിളിനും അതുപോലെ തന്നെ ഫ്രൂട്ട്സിനൊക്കെ സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിരവധി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഗ്രീൻ സൈബർ മാർക്കറ്റിൽ. സമയം നമ്മൾ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഏതാണ്ട് വൈകുന്നേരം ഒരു 5 മണി ആയിട്ടുള്ളൂ. എപ്പോഴും ഒരു സായം സന്ധ്യ എന്ന് പറയുന്നത് വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷമൊക്കെയാണ് ശരിക്കുള്ള ഒരു തിരക്ക് ഇതുപോലുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ വെച്ചിരിക്കുന്നത്, ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ ടീമുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ സൈബർ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ചോദിക്കുന്നവർക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഗ്രീൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വെജിറ്റബിളിനും അതുപോലെ തന്നെ ഫ്രൂട്ട്സിനൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുള്ള ഒരു ദിവസമാണ്. നല്ല മത്സരാർത്ഥികളെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻ സൈബർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ പ്രിയപ്പെട്ട ചേട്ടനെ പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ, സുഖമായിരിക്കുന്നോ? ഹാപ്പിയാണ്? സ്ഥലം എവിടെയാണ്? മേലച്ചുവ. സാറിന്റെ പേരെന്താണ്? അബ്ദുൽ മജീദ്. അബ്ദുൽ മജീദ്. ജോലി ഏത് മേഖലയാണ്? ബാങ്കിങ് മേഖല. ഇപ്പോൾ റിട്ടയർഡ് ആണോ? അപ്പോൾ റിട്ടയർഡ് ലൈഫൊക്കെ പൊതുവെ ജീവിതത്തിൽ എങ്ങനെ ആസ്വദിക്കുന്നു? ആസ്വദിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ചില ആൾക്കാർ പറയുന്നത് ഈ റിട്ടയർഡ് ലൈഫ് ചിലപ്പോൾ അതിനുശേഷം ചിലപ്പോൾ ഗാർഡനിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് അല്ലെങ്കിൽ രാഷ്ട്രീയം, സാമൂഹികം, സാംസ്കാരികപരം അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നു. ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാങ്കിങ് മേഖലയിൽ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൺ ആഫ്റ്റർ റിട്ടയർമെന്റ്. റിട്ടയർമെന്റ് ചെയ്തത് ഇവിടുന്നായിരുന്നു? ഏത് ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തത്? കാനറ ബാങ്ക്. ഇവിടെ തന്നെയായിരുന്നു. ഓക്കെ. സാധാരണ ഈ പർച്ചേസിംഗ് എന്ന് പറയുന്നത് പൊതുവെ ഒറ്റയ്ക്കുള്ള ഒരു യാത്രയാണോ താങ്കളുടെ? അല്ല, ഞാനും സാധാരണ എന്റെ വൈഫും വരും. അതെ. അപ്പൊ ഇന്ന് ഒറ്റക്കാണ്? ഇന്ന് വേറെ ബൈക്ക് ഒരുപാട് ഒരു ലിസ്റ്റ് തന്നു, ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ വന്നു. ശരി. ഓക്കെ. ഇവിടെ ഒരു ഗ്രീൻ സൈപ്പർ, ഒരുപാട് ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ ഉള്ള ഒരു സ്ഥലം. പക്ഷെ അതൊരു ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് എന്ന സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എന്താണ് ഒരു സന്തോഷം എന്താണ്? അത് ബുധനാഴ്ച ശനിയാഴ്ച ഓട്ടോമാറ്റിക്കലി ഗ്രീൻസിൽ എത്തും. അത് എത്തും. അത് നമ്മുടെ സ്വഭാവമായി ഇവിടെ കയറി എന്തെങ്കിലും വാങ്ങിക്കും. ഇന്നിപ്പോ ലിസ്റ്റ് എടുത്ത് വന്നതല്ല, പിന്നെ എന്തായാലും വാങ്ങിച്ചിരിക്കും. ഇന്നിപ്പോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നേക്കണം എന്തൊക്കെയാണ്? ഇന്ന് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സും അല്ലേ? അപ്പോൾ ഇത് ചെറിയൊരു പരിപാടിയാണ്. ഇതൊരു പർച്ചേസിങ് ഗെയിമാണ്. ഓക്കെ. ഒരു 5 മിനിറ്റ് സമയമാണ്. ഈ 5 മിനിറ്റ് സമയത്തിനുണ്ട് സാറിന് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഹാൻഡി സാധനങ്ങൾ. അപ്പോൾ ഈ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മുടെ കൗണ്ടറിലേക്ക് വരാം. നമ്മൾ അവിടെ റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെന്ന് പറയുന്നത് ഗ്രീൻസിന്റെ ടീം റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാറ് കൊണ്ടുവരുന്ന റേറ്റിന്റെ ടോട്ടൽ MRP റേറ്റ് നോക്കിയിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന റേറ്റ് ഒരു ടാലി നോക്കിയതിന് ശേഷം അതിന് ഏതാണ്ട് ഉള്ളിലോ അല്ലെങ്കിൽ സെയിം ആയിട്ട് വരുന്നതാണെങ്കിൽ സാറിന് കുറച്ച് അരിയൊക്കെ കൊണ്ടുപോകാം വീട്ടിലേക്ക് പോകുമ്പോൾ. വെൽക്കം. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയമാണ്. അപ്പോൾ സാറ് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. സാറിനുള്ള ട്രോളി റെഡിയാക്കാം. ഈ ബാങ്കിങ് മേലായതുകൊണ്ട് തന്നെ താങ്കളുടെ ലൈഫും വളരെ അച്ചടക്കവും അതുപോലെ തന്നെ കണക്കൂട്ടലുമായി ബന്ധപ്പെട്ടുള്ള ലൈഫാണോ? തീർച്ചയായും ഉണ്ടാവും. വളരെ അടുക്കും ചിട്ടിയും കൃത്യമായിട്ടും പൈസക്കും എല്ലാം കണക്കുണ്ടാവും. സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പൊതുവെ റേറ്റ് ഒക്കെ നോക്കിയിട്ട് പൊതുവെ വാങ്ങിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ നല്ല സാധനം വേണം, ക്വാളിറ്റിയുള്ള സാധനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണോ? ക്വാളിറ്റി ആസ് വെൽ ആസ് പ്രൈസ്. അപ്പോൾ 5 മിനിറ്റ് സമയമാണ് സർ. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് താങ്കൾക്ക് ഏത് സാധനം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഓക്കെ. 5 4 3 2 1 0. സാവധാനം ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ സർ, ഓൾ ദി ബെസ്റ്റ്.
അപ്പോൾ സാർ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ MRP റേറ്റ് ആണ് ഇനി കൂട്ടി നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഏതാണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലുണ്ട് അല്ലേ? ശരി, തുടങ്ങാം. ഓക്കെ, അപ്പോൾ സന്ദീപാണ് നമ്മുടെ ഈ റേറ്റും കാര്യങ്ങളൊക്കെ കൂട്ടി നോക്കുന്നത്. സാധാരണ ഈ വീട്ടിലേക്ക് ഈ ആഴ്ചയിൽ വാങ്ങിക്കുന്ന സ്വഭാവമാണോ, അല്ലെങ്കിൽ മന്ത്ലി, അല്ലെങ്കിൽ ഡെയിലി, എങ്ങനെയാണ് ഈ പർച്ചേസിങ് എങ്ങനെയാണ്? അല്ല, ബൾക്കായി എടുക്കുന്ന മന്തിലല്ല, ടോയ്സ് തന്നെ മന്ത്. ആ, പിന്നെ വീക്കിലി മേടിക്കും. എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കും അല്ലേ? ശരി. എന്തായാലും വീക്കിലി വാങ്ങിക്കണം. എത്ര മോനെ? 4107. 4107 രൂപയ്ക്കാണ് സാർ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 4107 രൂപയ്ക്ക്, 4107. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതിലൊരു റേറ്റ് ഗ്രീൻസിൻ്റെ ടീം എഴുതി വെച്ചിട്ടുണ്ട്. ആ റേറ്റ് എത്രയാണെന്നുള്ളത് സാറിന് തന്നെ നോക്കാം. ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഉള്ളിലുണ്ട്. 4107 രൂപയ്ക്കാണ് സാറ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എത്തിയിരിക്കുന്ന റേറ്റ് 4107 എഴുതി വെച്ചിരിക്കുന്നു. എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 4000 to 4500. ഇതെങ്ങനെ സാധിച്ചു? ഇതെന്റെ വീക്കിലി ഒരു മാസത്തെ പർച്ചേസ് റേഞ്ച് തന്നെ വരും. ഇതെല്ലാം ആവശ്യമുള്ള സാധനം എടുക്കുന്ന സാധനമാണ്. 4000 to 4500 എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സാർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 4107 എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന്റെ വിജയ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാറിന്റെ പേര് ഒന്നുകൂടി പറയാമോ? അബ്ദുൽ മജീദ് ചൊവ്വ. ഓക്കെ, അപ്പോൾ സാറിനുള്ള സമ്മാനമാണ് ഇത്. ഫസ്റ്റ് സമ്മാനം, സ്നേഹപൂർവ്വമുള്ള സമ്മാനം. ഇന്നിപ്പോൾ അരി വാങ്ങിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണോ വന്നേക്കണേ? മേടിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ ഇത് കുറുവ ഗോൾഡ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന കുറുവ ഗോൾഡ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. കൈ കൊടുക്കണം. മേഡമാണ് പറഞ്ഞതല്ലേ? അതെ, എന്തായാലും സന്തോഷം സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കുഴപ്പമില്ല. ഓക്കെ. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത ടീം. നമസ്കാരം. അസ്സലാമു അലൈക്കും. സുഖമായിരിക്കുന്നു? ഓക്കെ, എവിടെ, സ്ഥലം എവിടെയാണ്? കക്കാട്. പേരെന്താണ്? അജ്മൽ. എന്ത് ചെയ്യുന്നു അജ്മൽ? വർക്ക് ചെയ്യുന്നു. കണ്ണൂർ തന്നെയാണ്. കണ്ണൂർ. ഏതാ മേഖല? ഏതാണ്? അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. കണക്കൂട്ടിലൊക്കെ അടിപൊളിയാണ്. സാധാരണ ഗ്രീൻസിൽ തന്നെയാണോ പർച്ചേസ് ചെയ്യാറ്? മോളുടെ പേരെന്താ? ഫാത്തിമ. ഓക്കെ, എത്രയല്ല പഠിക്കണം മോള്? 7th. എവിടെയാ? തളാപ്പ്. നമസ്കാരം. സുഖമായിരിക്കുന്നു? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ പർച്ചേസിംഗ് ഒക്കെ? നല്ല സാധനങ്ങളും പ്രൊഡക്റ്റുകളൊക്കെ കിട്ടുന്നുണ്ടോ? ഇപ്പൊ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്നൊക്കെ ചെറിയ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമായിരിക്കും. അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായി? 3 വർഷത്തിന് മേലെ. ഇപ്പം സ്ഥിരമായിട്ട് ഇവിടുന്ന് വാങ്ങിക്കുന്നു പറയാം. നമുക്ക് ഈ ഗ്രീൻസിന്റെ ഇപ്പം ഇവിടെ മാത്രമല്ല, നിങ്ങൾ മറ്റുള്ള ഔട്ട്ലെറ്റൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. ഒരു പോസിറ്റീവ് മറ്റുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഗ്രീൻസിനെ ഒരു വ്യത്യസ്തമാക്കുന്നത് എന്താണ്? പ്രത്യേകിച്ച് ക്ലീനിങ് കാര്യങ്ങളാണ്. പിന്നെ അവിടുത്തെ സർവീസും കാര്യങ്ങൾ, സ്റ്റാഫിന്റെ സർവീസും കാര്യങ്ങളെല്ലാം ഭയങ്കര. മാത്രമല്ല ഫ്രഷ് സാധനങ്ങളാണ്. എല്ലാം ഫ്രഷ് സാധനം, അതാണ് മെയിൻ. ഈ ഇവര് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓഫറും കാര്യങ്ങളൊക്കെ അതിലേക്ക്. അപ്പോൾ ഇവരാണ് ഇതിൽ മത്സരിക്കാൻ വന്ന് പർച്ചേസ് ചെയ്യാൻ വന്നവരോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കരുത്. അവർ 5 മിനിറ്റാണ് സമയം. 5 മിനിറ്റ് സമയം കൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പർച്ചേസ് ചെയ്യാം. സെയിം പ്രൊഡക്റ്റ് വരുമ്പോൾ അത് ഗെയിം ഔട്ടോ. ബാക്കിയുള്ള MRP റേറ്റ് ടോട്ടൽ കൂട്ടി നോക്കിയിട്ട് അവിടെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ വരുന്ന നിങ്ങൾക്ക് സമ്മാനമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്കുള്ള ട്രോളി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവർക്കുള്ള ട്രോളി കൊടുത്തിരിക്കുന്നു. 5 മിനിറ്റാണ് സമയം. അപ്പോൾ ഇവിടുന്ന് ഇടത്ത് ഭാഗത്തേക്ക് പോവാം. ബ്രോ, നേരെ പോവാം. ഓക്കെ, തുടങ്ങാലോ. വേറെ സംശയം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, 5 4 3 2 1 0. മെല്ലെ പോയാൽ മതി. സാവധാനം. 5 മിനിറ്റ് സമയമുണ്ട്. നോക്കി എടുത്തോ. ഓക്കെ, വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്.
അപ്പോൾ അജ്മൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റാണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. ഓക്കെ, ശരി. ടൈഡ് മുതൽ അമൂല്യ വരെയുണ്ട്, എല്ലാം റെഡി, തുടങ്ങാം. അപ്പോൾ അജ്മൽ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ MRP റേറ്റാണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. എത്ര മോനെ? 2612. 2612 രൂപയ്ക്കാണ് അജ്മൽ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 2612. ഓക്കെ, ഇനി വരും പർച്ചേസ് ചെയ്തിരിക്കുന്ന ചേച്ചിയും അനിയത്തിക്കുട്ടിയും പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഉമ്മ പർച്ചേസ് ചെയ്തിരിക്കുന്നത് എത്രയാ? 5495. 5495 രൂപയ്ക്കാണ് നിങ്ങൾ രണ്ടുപേരും കൂടി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 5495 രൂപയ്ക്ക് വരും. ഇനി 3 പേരും വരും. ശരി, അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റത്തതും ഇതും കൂടി ഒന്ന് കൂട്ടി നോക്കാം. 2 റേറ്റും കൂടി ടോട്ടൽ എത്രയാണ്? 8107. 8107 രൂപയുടെ പർച്ചേസിംഗ് ആണ് ഇവർ വെറും 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 8107. ഇനി ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിൻ്റെ എൻവലപ്പിൻ്റെ ഉള്ളിൽ ഒരു റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് എത്രയാണെന്നുള്ളത് മോൾ തന്നെ നോക്കിക്കോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ ഉണ്ട്, ഉള്ളിൽ അതെടുത്തോളൂ. ഇവിടെ ഇതുവഴി. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട്. 8107 രൂപയ്ക്കാണ് ഇവർ പർച്ചേസ് ചെയ്തത്. ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 4500 to 5000 എന്ന് പറയുന്ന റേറ്റാണ്. കുറച്ചുകൂടി പോയല്ലേ, ചെറുതായിട്ടൊന്നും കൂടിപ്പോയി. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. എന്തായാലും നല്ല രീതിയിൽ മത്സരിച്ചു. അപ്പോൾ 2 പേർക്കും നമ്മുടെ ടീമിൻ്റെ 2 ടീമുകൾക്കുള്ള ഞങ്ങളുടെ സ്നേഹ പ്രോത്സാഹന സമ്മാനം 2 പേരും കൂടി വാങ്ങിച്ചു. ഇത് 2 പേരും ഇതാ ഇവർക്കുള്ള സ്നേഹ പ്രോത്സാഹന സമ്മാനം. ഇത് പറഞ്ഞു. അപ്പോൾ സന്തോഷം, കാണാം. ഒരു പർച്ചേസിംഗ് ഒക്കെ നടക്കട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രായം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. കാരണം ചിലപ്പോഴെങ്കിലും സിംഗിളായിട്ട് മത്സരിക്കാൻ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇതുപോലുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ ഒറ്റയ്ക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ടീമുകളൊക്കെ ഉണ്ടാവും. ശരിക്കും ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ആദ്യത്തെ മത്സരാർത്ഥി എന്ന് പറയുന്ന ഒരു ചേട്ടനായിരുന്നു. ഒറ്റയ്ക്ക് താഴ്ചയുള്ള ഒരു ചേട്ടനായിരുന്നു. അപ്പോൾ ചേട്ടൻ വളരെ എന്താ പറയുക, ഒരു ജോലിഭാരങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് ഈ ഒരു സന്തോഷ ദിനം പർച്ചേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു 2 ദിവസം ഞാൻ തീർച്ചയായിട്ടും ഇവിടെ എത്തുന്നതാണ് ചേട്ടൻ പറഞ്ഞേക്കണേ. കാരണം സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഒരു സമയമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരി, ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. നല്ല, അതായത് ക്വാളിറ്റിയുള്ള ഐറ്റം ആയിരിക്കണം. സാറ് പറഞ്ഞ നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി പറഞ്ഞതുപോലെ തന്നെ റേറ്റും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ഒരു ഐറ്റവും. ഇതാണ് ശരിക്കും ഒരു നല്ല പർച്ചേസിങ്ങിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അത് 100% യഥാർത്ഥത്തിൽ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ നിന്നും നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ മുഖങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. Bye-bye.